ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ, ജസ്റ്റ് ഒരു മേക്കപ്പ് ചെയ്യുന്നതും പിന്നെ ഞാനൊരു പുതിയ ഡ്രസ്സ് വെയർ ചെയ്യുന്നതും. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു കഫ്താൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതൊരു ഫുൾ ലെങ്ത് ഉള്ള ഒരു കഫ്താനാണ്. ഇത് ഒരു കുറച്ചൊരു ലെങ്ത് കുറവുള്ള ടൈപ്പായിട്ടുള്ള ഒരു കഫ്താനാണ്. ആൻഡ് അതിൻ്റെ കളറും ഡിസൈനൊക്കെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ഞാനിന്ന് ആ ഒരു കഫ്താൻ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനാണ് വിചാരിച്ചത്. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ. ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പാണ് ചെയ്യുന്നത്. ലൈക്ക് കുറേ മേക്കപ്പ് ഒന്നും ലെയർ ചെയ്യുന്നില്ല. യൂഷ്വലി എൻ്റെ ഫേസിന് അത്ര മേക്കപ്പ് പ്രോഡക്റ്റ്സ് അത്ര സ്യൂട്ടാവില്ല, കാരണം എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് മാത്രമേ ഇടാൻ പറ്റൂ. ലൈക്ക് ഫൗണ്ടേഷൻ ഒന്നും അധികം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ ആസ് യൂഷ്വൽ ഫസ്റ്റ് ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് എൻ്റെ ഫേസിൽ കുറച്ച് പിമ്പിൾസ് അധികം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് കവർ ചെയ്യാൻ മാത്രം ഈ സ്വിസ് ബ്യൂട്ടീൻ്റെ ഒരു കൺസീലർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ മാർക്സ് മാത്രം ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്തിട്ട്. വേണമെങ്കിൽ സ്പഞ്ച് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഫിംഗർ കൊണ്ട് തന്നെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് ചെയ്യാം. ഞാൻ യൂഷ്വലി ഈ പെൻസിലോ അല്ലെങ്കിൽ ഒരു സ്വിസ് ബ്യൂട്ടീൻ്റെ തന്നെ ഒരു പൗഡർ ഫോം ആയിട്ടുള്ളൊരു ജെല്ലും പിന്നെ പൗഡർ ഫോം ആയിട്ടുള്ളൊരു പാലറ്റ് ഉണ്ട്, അതാണ് യൂസ് ചെയ്തത്. ഇനി ഞാനിപ്പോൾ ഈ പെൻസിലാണ് യൂസ്. ഇനി ഇതിൻ്റെ ഈ ടിപ്പിൽ തന്നെ ഒരു ബ്രഷ് ഉണ്ട്, അത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കൊന്ന് ഇത് ചെയ്താൽ മതി. ഇതൊന്ന് ബ്ലെൻഡായി കിട്ടുന്ന വരെ ഒന്ന് ചെയ്താൽ മതി. വേണമെങ്കിൽ ഒന്ന് നല്ല ഒരു ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കൺസീലർ വെച്ചിട്ട് ചെയ്യാൻ ഓപ്ഷനിലാണ്. ഈ പാലറ്റ് എന്ന് ഏറ്റവും ലൈറ്റിഷ് ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിൻ്റെ ഒക്കെ ഒരു കളറായിട്ടുള്ള ഒരു ടോൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കും. എനിക്കതിങ്ങനെ ഭയങ്കര ഡാർക്കാണെന്ന് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ ചില പൗഡർ ഫോമിലൊക്കെ വരുന്ന ഐബ്രോ ഫില്ലേഴ്സൊക്കെ അത്ര ഡാർക്കായിട്ട് ഫീൽ ചെയ്യില്ല. ഇതാകുമ്പോൾ കുറച്ചും കൂടി ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കും. ഇനി ഞാനൊരു ഷെയ്ഡ് ഐ ഷാഡോ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു പിങ്കിഷ് കളർ. നെക്സ്റ്റ് ലിപ് ലൈനർ. ഞാൻ ചില സമയത്ത് ചില ലിപ്സ്റ്റിക്ക് വാങ്ങുമ്പോൾ ഭയങ്കര ലൈറ്റായി പോകും, എൻ്റെ ഫേസിന് ഇങ്ങനെ വാഷ് ഔട്ട് ആയി പോകുന്നൊരു ഷെയ്ഡായി പോകും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കേസസിലാണ് കുറച്ച് ഡാർക്കായിട്ടുള്ള യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ലിപ്സ്റ്റിക്ക് കുറച്ച് ബ്രൈറ്റ് ആയതുകൊണ്ട് തന്നെ ലൈക്ക് നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് തന്നെ ഒരു ഭയങ്കര ഒരു എലിവേറ്റ് ആയ പോലെ തോന്നും, ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. നെക്സ്റ്റ് ഐലൈനർ. ഒരു മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മസ്കാരയാണ്. പിന്നെ ചെറുതായിട്ട് ഒന്ന് ബ്ലഷും ചെയ്ത് കൊടുക്കാം. ഞാൻ യൂഷ്വലി ലിപ് ബാമാണ് എനിക്ക് എൻ്റെ ബ്ലഷായിട്ട് യൂസ് ചെയ്യുന്നത്. കുറച്ചും കൂടി പിഗ്മെൻറ്റഡ് ആയിട്ട് തോന്നും. അപ്പോൾ എനിക്കിതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ മേക്കപ്പ്. ഇനി ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സ് കാണിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ കഫ്താൻ. ലൈക്ക് ഇങ്ങനെ കുറേ നല്ല ബീഡ്സ് ഒക്കെ ആയിട്ടുണ്ട്.
ബ്ലാക്ക് കളർ ഒരു പാൻറ്റാണ് വരുന്നത്, ഒരു ലൂസ് ഫിറ്റ് പോലത്തെ. അപ്പം ഞാനിത് ഇട്ടിട്ട് വരാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഡിസൈൻ ആണെങ്കിലും. അത് ഭയങ്കര ഫ്ലോ ആയിട്ട് ഭയങ്കര ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇടാൻ. അപ്പോൾ ഞാൻ ഈ ഹീൽസ് ഇട്ടിട്ടുണ്ട്. ഈ ഡ്രസ്സിൽ മെജോറിറ്റി ഈ ബീഡ്സൊക്കെ എന്താ പറയുക, ഒരു ഗോൾഡൻ കളറായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാനതിന് പറ്റുന്നൊരു ഇയറിങ്സും ഇടുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം വേറൊരു വീഡിയോയിൽ കാണാം. ബൈ, ഹാവ് എ നൈസ് ഡേ.